നമസ്കാരം. കരുവാറ്റ ഗ്രാമത്തെ ഒന്നടക്കം കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് വയോധികനായ 65-കാരൻ ശിവൻകുട്ടി ചെട്ടിയാരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം നടന്നത്. ഏതൊരു സാധാരണ അച്ഛനെയും പോലെ തന്നെ തന്റെ മക്കൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു നല്ല വീട് വേണമെന്നതായിരുന്നു ശിവൻകുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നം. അതിനായി കരുവാറ്റ പഞ്ചായത്തിലെ SNDP LP സ്കൂൾ വാർഡിലെ കണ്ണുകാലിപ്പാലത്തിന് സമീപം അദ്ദേഹം ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു. ഗൾഫിലുള്ള മൂത്ത മകളുടെ കഠിനാധ്വാനത്തിലെ സാമ്പത്തിക സഹായത്തോടെ ഈ 10 സെന്റിൽ മക്കൾക്കായി 2 വീടുകളുടെ നിർമ്മാണമാണ് ശിവൻകുട്ടി നടത്തി വന്നത്. അതിൽ ഒരു വീടിന്റെ പണി ഏതാണ്ട് പൂർത്തിയായിരുന്നു. രണ്ടാമത്തെ വീടിന്റെ തറപ്പണികളും നടന്നു വരികയായിരുന്നു. തന്റെ മക്കൾ സ്വന്തം വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുവാൻ ആഗ്രഹിച്ച വൃദ്ധനായ അച്ഛൻ ആ വീടുകളുടെ നിർമ്മാണ മേൽനോട്ടവുമായി ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ സജീവമായിരുന്നു. എന്നാൽ മക്കളുടെ ആ സന്തോഷം കാണാൻ നിൽക്കാതെയാണ് സ്വന്തം പേരക്കുട്ടിയുടെ ക്രൂരതയ്ക്കിരയായി ആ അച്ഛൻ വിട പറഞ്ഞത്. മക്കൾക്കായി അദ്ദേഹം ഏറെ കൊതിച്ച് പണിതുയർത്തിയ ആ പുതിയ വീടിന്റെ മുറ്റത്ത് തന്നെയാണ് ഒടുവിൽ ശിവൻകുട്ടിക്ക് ചീതയൊരുങ്ങിയത്. ഗൾഫിലുള്ള മൂത്ത മകൾ നാട്ടിലെത്തിയ ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കരുവാറ്റയിലെ ഈ പുതിയ വീട്ടുമുറ്റത്ത് എത്തിച്ചത്. പുതിയ വീടിന്റെ മുറ്റത്ത് താൽക്കാലികമായി ഒരുക്കിയ മൊബൈൽ ഗ്യാസ് ക്രിമറ്റോറിയത്തിലായിരുന്നു സംസ്കാരം. ഏറെ പ്രിയപ്പെട്ട മകൾ തന്നെയാണ് ആ ചിതയ്ക്ക് തീ കൊളുത്തിയത്. താൻ ഏറെ കൊതിച്ച മക്കളുടെ പുതിയ വീടിന്റെ മണ്ണിലേക്ക്, ആ ഉമ്മറപ്പടിയിലേക്ക് ആ അച്ഛൻ ഒടുവിൽ ചാരമായി എരിഞ്ഞടങ്ങിയ ദൃശ്യം കണ്ടു നിന്നവരുടെ എല്ലാം നെഞ്ച് തകർക്കുന്നതായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവ സംബന്ധമായ ആവശ്യത്തിന് പോയിരുന്നതിനാൽ ഭാര്യ സരസ്വതി ആദ്യ ദിവസങ്ങളിൽ ഈ കൊലപാതക വിവരം അറിഞ്ഞിരുന്നതേയില്ല. ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ മകളുടെ സന്തോഷ വാർത്തയ്ക്കിടയിലേക്കാണ് കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് ഈ ദുരന്തം പടികടന്നെത്തിയത്. ഈ ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെയും കുടുംബത്തിന്റെയും പശ്ചാത്തലത്തെക്കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 2 വർഷം മുൻപാണ് ശിവൻകുട്ടിയും കുടുംബവും കൊല്ലം പരവൂർ കൊച്ചാലമൂട്ടിൽ നിന്നും ഈ കരുവാറ്റയിലേക്ക് എത്തിയത്. കൊച്ചാലമൂട്ടിലെ തങ്ങളുടെ സ്വന്തം സ്ഥലം വിറ്റ ശേഷമായിരുന്നു ഇവർ ഈ കരുവാറ്റയിലെത്തി 10 സെന്റ് സ്ഥലം വാങ്ങുന്നതും പുതിയ വീട് പണി തീരുന്നതുവരെ അതേ സ്ഥല ഉടമയുടെ മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയതും. തദ്ദേശവാസികളും ജനപ്രതിനിധികളും നൽകുന്ന വിവരമനുസരിച്ച് ഈ കുടുംബം അയൽവാസികളുമായി യാതൊരുവിധ ബന്ധം പുലർത്തിയിരുന്നില്ല. അടുപ്പമുണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി നാട്ടുകാരോ ജനപ്രതിനിധികളോ വീട്ടിൽ ചെന്നാൽ പോലും ഇവർ വാതിൽ തുറക്കാൻ തയ്യാറായിരുന്നില്ലെന്നാണ് കരുവാറ്റ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ KR രാജൻ വ്യക്തമാക്കുന്നത്. തന്റെ വാർഡിൽ തനിക്ക് വ്യക്തിപരമായി പരിചയമില്ലാത്ത ഒരേ ഒരു കുടുംബം ഇതായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ശിവൻകുട്ടിയുടെ ഭാര്യ സരസ്വതി ഹോട്ടലുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ദിവസക്കൂലിക്ക് ജോലിക്ക് പോരുന്ന ആളായിരുന്നു. രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരമാണ് ഇവർ തിരികെ എത്തുന്നത്. നിർമ്മാണ തൊഴിലാളികൾക്ക് കുടിവെള്ളവും ചായ നൽകാൻ വരുമ്പോൾ മാത്രമാണ് നാട്ടുകാർ ശിവൻകുട്ടിയെ പുറത്തു കാണുന്നത്. ശിവൻകുട്ടിയുടെ മകൻ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു. കേൾവി പരിമിതിയുള്ള മരുമകളും ശിവൻകുട്ടിയുടെ സഹോദരിയുമാണ് നിലവിൽ കൊല്ലത്തെ വീട്ടിലുള്ളത്. കുടുംബത്തിനുള്ളിലെ വലിയ അസ്വാരസ്യങ്ങളും കുട്ടിയുടെ വഴിതെറ്റിയ മാനസികാവസ്ഥയും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കരുവാറ്റ ഗ്രാമത്തിന് ഈ ക്രൂരതയുടെ ഞെട്ടൽ ഇനി വിട്ടുമാറിയിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അതും സ്വന്തം കൊച്ചുമകളുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു കടുങ്കൈ ചെയ്യുമെന്ന് നാട്ടുകാരിൽ ആർക്കും വിശ്വസിക്കാനായില്ല. സംഭവ ദിവസം കുട്ടി തന്നെയാണ് അയൽവീടുകളിൽ ചെന്ന് മുത്തച്ഛൻ വാതിൽ തുറക്കുന്നില്ല എന്ന വിവരം അറിയിച്ചത്. അയൽവാസിയായ രുക്മിണി നൽകുന്ന വിവരമനുസരിച്ച് തിങ്കളാഴ്ച പെൺകുട്ടി കൂട്ടുകാരിയുടെ വീട്ടിലെത്തി വീട് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്നും മുത്തച്ഛൻ വിളിച്ചിട്ട് കേൾക്കുന്നില്ലെന്നും പറയുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരനായ ജോഷിലാലിനെയും കൂട്ടി നിർമ്മാണ തൊഴിലാളികളുടെ സഹായത്തോടെ വീടിന്റെ ഗ്രില്ല് പൊളിച്ചാണ് അകത്തേക്ക് കിടന്നത്. ചോരയിൽ കുളിച്ചു കിടന്ന മുത്തച്ഛന്റെ മൃതദേഹം കണ്ടിട്ടും കൺമുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്നത് നാട്ടുകാരെ ഇപ്പോൾ കൂടുതൽ ഭയപ്പെടുത്തുന്നു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കരുവാറ്റ ഡിവിഷൻ മെമ്പറുമായ നാഥൻ VK പറയുന്നത് കുട്ടി തുടക്കത്തിൽ അതീവ ശാന്തിയായിരുന്നുവെന്നാണ്. നാട്ടുകാർ വീട് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലും കുട്ടി ഗൾഫിലുള്ള തന്റെ വല്യമ്മയെ വീഡിയോ കോൾ ചെയ്ത് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ കുട്ടി പരമാവധി ശ്രമിച്ചതായി ജനപ്രതിനിധികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതേസമയം പ്രതികളായ മറ്റ് 3 ആൺകുട്ടികൾ താമസിച്ചിരുന്ന കൊല്ലം പരവൂർ കൊച്ചാലമൂട് പ്രദേശവാസികളും വൻ ആഘാതത്തിലാണ്. ഇത്രയും ഒരു ക്രൂരമായ കൊലപാതകം ചെയ്തത് ഈ കുട്ടികളാണെന്ന് പോലീസ് വീട്ടുകാരെ അറിയിച്ചപ്പോൾ ആദ്യം അവർ വിശ്വസിച്ചതേയില്ല. പോലീസ് കൃത്യമായി തെളിവുകൾ നിർത്തിയപ്പോഴാണ് അമ്മമാർ സ്റ്റേഷനിൽ അലറിക്കരഞ്ഞത്. സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലെ അംഗങ്ങളായ കുട്ടികൾക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ അടുത്ത കാലത്തായി വഴിതെറ്റിയ ചില കൂട്ടുകെട്ടുകളിൽ ഇവർ പെട്ടിരുന്നതായി പ്രദേശവാസികളിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിന്റെയും ആഡംബര മോഹങ്ങളുടെ പുറകെ പോയി കൗമാരപ്രായക്കാർ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തത് നാടിനെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കുന്നു.
പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണെങ്കിലും കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണക്കിലെടുത്ത് 13 വയസ്സുകാരി ഒഴികെയുള്ള മറ്റു 3 പ്രതികളെയും മുതിർന്നവരായി കണ്ട വിചാരണ ചെയ്യണമെന്ന് പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിയെ കോഴിക്കോട്ടെ ഒബ്സർവേഷൻ ഹോമിലേക്കും ആൺകുട്ടികളെ ചേർത്തല മായ്ത്ര ഒബ്സർവേഷൻ ഹോമിലേക്കുമാണ് മാറ്റിയത്. വരും ദിവസങ്ങളിൽ പ്രതികളെ കസ്റ്റഡി വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുവാനാണ് പോലീസിന്റെ നീക്കം. മക്കൾക്കായി പണിതുയർത്തിയ പുതിയ വീട്ടിന്റെ മുറ്റത്ത് എരിഞ്ഞടങ്ങിയ ശിവൻകുട്ടിയുടെ ചിത വഴിതെറ്റുന്ന കൗമാരങ്ങളെ കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പായി സമൂഹത്തിന് മുന്നിൽ അവശേഷിക്കുകയാണ്. പിടിക്കപ്പെടില്ലെന്ന വൻ ആത്മവിശ്വാസത്തിലെന്ന പ്രതികൾ ഈ കൊലപാതകത്തിന് ശേഷം തങ്ങളുടെ മൊബൈൽ ഫോണിലെ പല നിർണായക രേഖകളും ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ആലപ്പുഴ സൈബർ സെല്ലിന്റെ സമഗ്രമായ പരിശോധനയിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട 100-ലധികം വാട്സ്ആപ്പ് ഓഡിയോ സന്ദേശങ്ങളും ചാറ്റുകളും വീണ്ടെടുക്കുവാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. കൊലപാതകം നടക്കുന്ന സമയം പ്രതികൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സ്ആപ്പിലും ഒരേ സമയം സജീവമായിരുന്നു. കൃത്യം നടത്തുന്നതിന് തൊട്ട് മുൻപ് വരെ എല്ലാം സെറ്റാണ്, ഇപ്പോൾ കയറാം തുടങ്ങിയ സന്ദേശങ്ങൾ ഇവർ പരസ്പരം കൈമാറിയിരുന്നു. കൊലപാതകത്തിന് ശേഷം ഈ കൗമാര സംഘം ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു ലൊക്കേഷനിൽ ഒത്തുകൂടി വിജയം ആഘോഷിച്ചതായും ഫോൺ ലൊക്കേഷൻ വിവരങ്ങൾ പരിശോധിച്ച സൈബർ സെല്ലിന് വ്യക്തമായിട്ടുണ്ട്. ഇതുകൂടാതെ പിടിയിലായ പെൺകുട്ടിയുടെ സ്കൂളിലെ സഹപാഠികളിൽ നിന്നും പോലീസ് കഴിഞ്ഞ ദിവസം രഹസ്യമായി മൊഴിയെടുത്തിരുന്നു. പെൺകുട്ടി സ്കൂളിൽ വച്ച് തന്റെ ആൺ സുഹൃത്തുക്കളെ കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നതായും തനിക്കൊരു പുതിയ ഐഫോൺ വേണമെന്ന് നിരന്തരം പറഞ്ഞിരുന്നതായും സഹപാഠികൾ പോലീസിനോട് വെളിപ്പെടുത്തി. മാത്രമല്ല, തന്റെ വീട്ടിലെ കർശനമായ നിയന്ത്രണങ്ങളെ കുറിച്ച് കുട്ടി സുഹൃത്തുക്കളോട് എപ്പോഴും പരാതിപ്പെട്ടിരുന്നു. മുത്തച്ഛൻ തന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നുവെന്നും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മാറ്റണമെന്നും തമാശയെന്ന രീതിയിൽ കുട്ടി ഒരിക്കൽ പറഞ്ഞിരുന്നതായി ഒരു സഹപാഠി നൽകിയ മൊഴി കേസിൽ നിർണായക തെളിവായി മാറും. കേസിലെ തുടരന്വേഷണത്തിനായി പ്രതികളായ 3 ആൺകുട്ടികളെയും ശനിയാഴ്ച, അതായത് നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ചേർത്തല മായ്ത്തറയിലുള്ള ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന പ്രതികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കർശനമായ നിബന്ധനകൾക്ക് വിധേയമാക്കിയായിരിക്കും ചോദ്യം ചെയ്യുക. പ്രതികൾക്ക് ലഹരി മാഫിയകളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുവാൻ ഇവർക്ക് പ്രത്യേക മെഡിക്കൽ പരിശോധന നടത്തുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മോഷണം പോയ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താനുള്ള വിപുലമായ തെളിവെടുപ്പ് വരും ദിവസങ്ങളിൽ കൊല്ലം പരവൂരിലും പാരിപ്പള്ളിയിലുമായി നടക്കും. മുഖ്യ ആസൂത്രകയായ 13-കാരി നിലവിൽ കോഴിക്കോട്ടെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണുള്ളത്. കുട്ടിയുടെ മാനസികാവസ്ഥ പരിശോധിക്കുന്നതിനും കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനുമായി വനിതാ പോലീസിന്റെയും വനിതാ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിശദമായ വൈദ്യ പരിശോധനയും കൗൺസിലിംഗും പൂർത്തിയാക്കും. കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണക്കിലെടുത്ത് മറ്റു 3 പ്രതികളെയും മുതിർന്ന കുറ്റവാളികളായി പരിഗണിച്ച് വിചാരണ ചെയ്യണമെന്ന പോലീസിന്റെ അപേക്ഷയിൽ കോടതി വരും ദിവസങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കും. എന്തായാലും മക്കൾക്കായി പണിതുയർത്തിയ പുതിയ വീട്ടുമുറ്റത്ത് എരിഞ്ഞടങ്ങിയ ശിവൻകുട്ടിയുടെ ചിത വഴിതെറ്റുന്ന കൗമാരങ്ങളെ കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പ് തന്നെ സമൂഹത്തിന് മുന്നിൽ അവശേഷിക്കുകയാണ്.